നമസ്കാരം. മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുവെ ആളുകൾ സുരക്ഷിതവും എന്നാൽ മികച്ച വരുമാനം നൽകുന്നതുമായ നിക്ഷേപ മാർഗങ്ങൾ തേടുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു മികച്ച നിക്ഷേപ പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ അനുയോജ്യമായ ഇത് ദീർഘകാലത്തേക്ക് പണം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ്. PPFന്റെ ഏറ്റവും വലിയ പ്രത്യേകത നികുതി ആനുകൂല്യങ്ങളും ആകർഷകമായ പലിശ നിരക്കുമാണ്. ഇന്ത്യയിലെ പല ആളുകൾക്കും PPFനെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട 15+5 ഫോർമുലയെ കുറിച്ചും അറിയില്ല എന്നതാണ് വാസ്തവം. ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്നും ഒരു നിശ്ചിത വരുമാനം നേടാമെന്നും നോക്കാം. എന്താണ് PPF? PPF അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സമ്പാദ്യ പദ്ധതിയാണിത്. ഇതിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. ഏത് ഇന്ത്യൻ പൗരനും PPF അക്കൗണ്ട് തുറക്കാവുന്നതാണ്. PPF അക്കൗണ്ട് എങ്ങനെ തുറക്കാം? ഏതൊരു അംഗീകൃത ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ നിങ്ങൾക്ക് PPF അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞത് 500 രൂപയും സാമ്പത്തിക വർഷത്തിന്റെ പരമാവധി 1.5 ലക്ഷം രൂപ വരെയും നിക്ഷേപം നടത്തണം. നിങ്ങൾക്ക് ഒറ്റത്തവണയായോ മാസത്തവണയായോ പണം നിക്ഷേപിക്കാം. PPF അക്കൗണ്ടിന്റെ പ്രധാന ആകർഷണമാണ് 15+5 ഫോർമുല. നിങ്ങളൊരു PPF അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ കാലാവധി 15 വർഷമാണ്. ഈ 15 വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് 2 വഴികൾ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നിക്ഷേപിച്ച തുകയും പലിശയും ചേർത്ത് മൊത്തം തുക പിൻവലിക്കാം. നിങ്ങൾക്ക് നിക്ഷേപം തുടരണമെങ്കിൽ 5 വർഷത്തേക്ക് കൂടി അക്കൗണ്ട് കാലാവധി നീട്ടാം. ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും 5 വർഷം കൂടുമ്പോൾ കാലാവധി നീട്ടാൻ സാധിക്കും. ഇങ്ങനെ നീട്ടുമ്പോൾ പുതിയ നിക്ഷേപം നടത്തേണ്ടതില്ല. നിങ്ങളുടെ പഴയ നിക്ഷേപത്തിന് പലിശ ലഭിക്കുന്നത് തുടരും. ഇതാണ് 15+5 ഫോർമുലയുടെ അടിസ്ഥാനം. 15+5 ഫോർമുലയും 40,000 രൂപ വരുമാനവും. 15+5 ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ പ്രതിമാസം 40,000 രൂപ വരുമാനം നേടാമെന്ന് നോക്കാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങളുടെ നിക്ഷേപ തുകയും പലിശ നിരക്കും അനുസരിച്ച് വരുമാനത്തിൽ മാറ്റങ്ങൾ വരാം. നിങ്ങൾ തുടർച്ചയായി 15 വർഷം പ്രതിവർഷം 1.5 ലക്ഷം രൂപ, അതായത് മാസം 12,500 രൂപ PPFൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഏകദേശം 22.5 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇതിനോടൊപ്പം ഏകദേശം 18 ലക്ഷം രൂപയോളം പലിശ വരുമാനം പ്രതീക്ഷിക്കാം. പലിശ നിരക്കുകൾ വ്യത്യസ്തപ്പെടാം. അതായത് മൊത്തം 40 ലക്ഷത്തിലധികം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടാകും. 15+5 ഫോർമുലയുടെ മാജിക്. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ 5 വർഷത്തേക്ക് കൂടി നീട്ടുകയാണെങ്കിൽ ഈ 40 ലക്ഷത്തിലധികം രൂപയ്ക്ക് പലിശ ലഭിക്കുന്നത് തുടരും. പുതിയ നിക്ഷേപം നടത്തേണ്ടതില്ല. 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തുകയ്ക്ക് ഏകദേശം 7% പലിശ നിരക്ക് കണക്കാക്കിയാൽ പോലും പ്രതിവർഷം 4 ലക്ഷത്തിലധികം രൂപ വരുമാനം നേടാം. അതായത് പ്രതിമാസം 35,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടാൻ സാധിക്കും. ഇനിയും 5 വർഷത്തേക്ക് കൂടി നീട്ടിയാൽ ഇത് 40,000 രൂപയ്ക്ക് മുകളിലെത്താം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പിൻവലിക്കാതെ അക്കൗണ്ടിൽ പണം നിലനിർത്തുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും എന്നതാണ്. നിങ്ങൾക്ക് ഈ പലിശ വരുമാനം എല്ലാ മാസവും പിൻവലിക്കാവുന്നതാണ്. നിങ്ങളുടെ മുതൽ തുക അവിടെ സുരക്ഷിതമായി തന്നെ ഉണ്ടാകും. PPFന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ പദ്ധതി ആയതിനാൽ നിക്ഷേപം പൂർണ്ണമായും സുരക്ഷിതമാണ്. നികുതി ആനുകൂല്യം. PPFലെ നിക്ഷേപം, പലിശ, പിൻവലിക്കൽ എന്നിവയ്ക്ക് നികുതിയില്ല. വിരമിക്കൽ കാലത്തേക്കുള്ള മികച്ച സമ്പാദ്യമായി ഇത് ഉപയോഗിക്കാം. സ്ഥിര വരുമാനം. 15+5 ഫോർമുല ഉപയോഗിച്ച് ദീർഘകാലത്തേക്ക് ഒരു നിശ്ചിത വരുമാനം നേടാൻ സാധിക്കുന്നു. അതുകൊണ്ട് സുരക്ഷിതവും മികച്ച വരുമാനം നൽകുന്നതുമായ ഒരു നിക്ഷേപം നിങ്ങൾ തേടുകയാണെങ്കിൽ PPF ഒരു നല്ല ഓപ്ഷനാണ്. 15+5 ഫോർമുലയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി ഈ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.